ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്നുള്ള ദൈവമാതൃത്വ തിരുനാളിൻ്റെ മറ്റൊരു ഒരുക്ക ദിനത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. ഭക്തി ആദരപൂർവ്വം ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൂടെ നമുക്ക് കടന്നു പോകാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് എല്ലായ്പ്പോഴും ഈശോയോടൊപ്പം നടക്കുകയും ഈശോയുടെ മനസ്സ് അറിയുകയും ചെയ്ത അമ്മ എന്നതാണ്. അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഈശോ, പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് യേശുവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളത് കാനായിലെ കല്യാണ നാളിൽ ഒരു ചെറിയ സംഭവം എടുത്തുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാനായിലെ കല്യാണ നാള് ഒരു കുറവുണ്ടാകുന്നു. ആ കുറവ് അമ്മ അറിയുന്നു, ഈശോയോട് ഒന്ന് പറയുന്നു. ആ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ കാര്യം മാത്രം, കൂടുതലോ കുറവോ ഒന്നുമില്ല. മകനെ, അവർക്ക് വീഞ്ഞില്ല. എന്തുകൊണ്ട് വീഞ്ഞില്ല എന്നോ അതിൻ്റെ കാരണക്കാരൻ ആരാണെന്നോ കുറ്റപ്പെടുത്തലുകളൊന്നുമില്ല. കൃത്യമായിട്ട് അവരുടെ ഒരു ആവശ്യം ഈശോയുടെ മുൻപിൽ വന്ന് പറയുന്നു, മകനെ, അവർക്ക് വീഞ്ഞില്ല. ഇതിനു മുൻപ് ഈശോ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വലിയ ദൈവത്വം തുളുമ്പുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്തുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ മകൻ ആരാണ് എന്നുള്ള കാര്യം. അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടു നടന്ന കാര്യം അത് വെറുതെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അമ്മയ്ക്ക് അറിയാമായിരുന്നു ആരുടെ അടുത്താണ് ചെന്ന് പറയുന്നത്. തൻ്റെ മകൻ്റെ അടുത്ത് വന്ന് പറയുന്നത് മകൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അമ്മ ചെന്ന് ഈശോയോട് അങ്ങനെ പറയുന്നത്. അവർക്ക് വീഞ്ഞില്ല, വേറെ ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യണമെന്നോ, അത് വെള്ളം വീഞ്ഞാക്കണമെന്നോ അല്ലെങ്കിൽ നീ പോയി വാങ്ങിക്കൊണ്ടുവരണമെന്നോ ഒന്നുമില്ല. ആവശ്യങ്ങൾ മാത്രം പറയുക. അതാണ് ഒരു ട്രസ്റ്റാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോഴെങ്കിലും മനുഷ്യർ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് വരുമ്പോൾ പറയാറുണ്ട്, അച്ഛാ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെയുണ്ട്, അത് ഇന്ന രീതിയിലൂടെയൊക്കെ ഒന്ന് ശരിയായി കിട്ടണം. അവർ തന്നെ വഴികളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് ഇന്ന കാര്യം ഇതുപോലെ നടന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോരും. അപ്പം ഇതുപോലെയൊക്കെ നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതിനപ്പുറത്തേക്ക് മറിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഞാൻ ജീവിതത്തിലൂടെ എൻ്റെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു, നീ കാത്തുകൊള്ളണമേ. അത് തമ്പുരാനിലുള്ള പ്രതീക്ഷയാണ്. തമ്പുരാൻ അറിയാം, ഒരുപക്ഷെ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്ന വഴികൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിനറിയാം, അപരിമേയനായ സർവജ്ഞനായ തമ്പുരാൻ അറിയാം എന്താണ് നിന്റെ ആവശ്യമെന്നും എന്താണ് അതിൻ്റെ പരിഹാരമെന്നും. പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു ഈശോ ആരാണ്, ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ടൊരു കുറവ് മാത്രമാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തുന്നത്, വഴികളല്ല. അതിന് കിട്ടുന്ന മറുപടി എൻ്റെ സമയമായിട്ടില്ല എന്നുള്ളത്. അതൊരു പക്ഷേ നിഷേധാത്മകമായ ഒരു മറുപടിയാണ് എന്ന് നമുക്ക് ശ്രവണ മാത്രയിൽ തന്നെ തോന്നാം. നിഷേധാത്മകമായ മറുപടി, അമ്മ എൻ്റെ സമയമായിട്ടില്ല. അത് നിഷേധിക്കുന്നത് പോലെ തോന്നാമെങ്കിലും അമ്മ ഉടനെ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളുക. അപ്പൊ അമ്മ എങ്ങനെയാണിത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നത്? അവൾ ഇതാ ഒരു പരിഹാരം കണ്ടെത്താൻ പോകുന്നുവെന്ന് നിഷേധാത്മകമെന്ന് തോന്നുന്ന മറുപടിക്കുള്ളിലൂടെ അമ്മ എങ്ങനെയാണത് വായിച്ചെടുത്തിരുന്നത്? അമ്മയ്ക്ക് കൃത്യമായിട്ട് യേശുവിനെ അറിയാൻ കഴിയുമായിരുന്നു. പരിശുദ്ധ അമ്മ എല്ലായ്പ്പോഴും ഈശോയെ മനസ്സിലാക്കുന്നത് ദൈവപുത്രൻ എന്ന രീതിയിലും അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഹിതം അവനിലൂടെ നിറവേറപ്പെടുന്നു എന്ന രീതിയിലും ഒപ്പം ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ കഴിയുന്ന ഒരു അമ്മയായിട്ടാണ് അമ്മ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്നം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് മകനൊരു പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പിലൂടെ അമ്മ ചെന്ന് നിന്നത്. അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി അതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അത് തമ്പുരാന്റെ മനമറിയുന്ന ഒരമ്മയുണ്ട് നമുക്ക് എന്നുള്ളതാണ്. ഇനി കാൽവരിയിലെ കുരിശിന്റെ താഴെ നിൽക്കുമ്പോൾ അമ്മ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞ് വൈകാരിക പ്രകടനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ അമ്മ തീർച്ചയായിട്ടും സങ്കടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്.
പക്ഷെ ഒരു വൈകാരികമായ പ്രകടനങ്ങളോ വാക്കുകളോ ഒന്നും നമ്മൾ അമ്മയിൽ കണ്ടുമുട്ടുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം ഇതും തമ്പുരാന്റെ ഹിതമാണ്. കാൽവരിയിലെ മകനെയും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാൽവരിയിലെ ദൈവഹിതവും അമ്മയ്ക്ക് അറിയാൻ കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോയുടെ മനസ്സ് അറിഞ്ഞിരുന്ന ഒരമ്മയുണ്ട് നമുക്ക്. ദൈവമാതൃത്വ തിരുനാളിനോട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവളുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയുടെ ശക്തി എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമറിയുന്ന, ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ഒരമ്മയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളോട് ചേർത്ത് തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് ഉയർത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ, ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ, ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ
അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.